Hello friends, welcome to SAT St. Augustine Tuition Center Free Education to All. Please visit and subscribe to our YouTube channel for new updates. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE പോളിനോമിയലിലെ സെക്കൻഡ് ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ് 4s square minus 4s plus 1 is equal to 0. കണ്ടോ? ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തണം, പിന്നെ നമ്മൾ വെരിഫൈ ചെയ്യണം. സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ ഈ 4ന്റെ ഇവിടെ കിടക്കുന്ന എസ് സ്ക്വയറിന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 4, ലാസ്റ്റ് കിടക്കുന്ന സംഖ്യ കോൺസ്റ്റന്റ്, അത് രണ്ടും തമ്മിൽ ആദ്യം ഒന്ന് ഗുണിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് 4 എന്ന ആൻസർ കിട്ടും. ഇനി ഈ എസിന്റെ ഇപ്പുറം കിടക്കുന്ന സംഖ്യയും നമ്മൾ എടുക്കുക. അതിന്റെ ഉത്തരം എന്ത് കിട്ടി? -4 എന്ന് കിട്ടി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ 4 കിട്ടണം, കൂട്ടിയാൽ എന്ത് കിട്ടണം? -4 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് സംഖ്യകൾ -2 ഉം -2 കണ്ടോ? -2 × -2 +4, -2 + -2 -4. അങ്ങനെ രണ്ട് സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നടുവിലത്തെ പദത്തിനെ എങ്ങനെ പിരിക്കാം? ആ രണ്ട് സംഖ്യകളുടെ രൂപത്തിൽ പിരിക്കാം. -2s + -2s. കണ്ടോ? ഞാൻ തൊട്ട് മുന്നിൽ ബാക്കിയുള്ള സംഖ്യകൾ എഴുതാം. 4s square plus 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ടിനെ ഒരു ഗ്രൂപ്പ് ആക്കുക. കണ്ടോ? ആ ഗ്രൂപ്പിൽ നിന്ന് പൊതുവായിട്ടുള്ളത് പുറത്തേക്ക് എടുക്കുക. ഗ്രൂപ്പിൽ പൊതുവായിട്ടുള്ളത് എന്താണ്? 2s. അത് പുറത്തേക്ക് എടുത്താൽ ഇവിടെ ബാക്കി എന്ത് വരും? ഒരു 2 വരും, ഒരു s വരും. ഇവിടെ ബാക്കി എന്ത് വരും? ഒരു 1 വരും. കണ്ടോ? പ്ലസ് ഇവിടെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്ന ആരെയാണ്? -2s ന്ന് 1 എടുക്കാം. എങ്ങനെ ഒന്ന്? -1 പുറത്തോട്ട് എടുക്കാം. ഇവിടെ ബാക്കി ആര് വരും? 2s വരും. 1ൽ നിന്നോ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -1 × -1 ആണ്. അപ്പോൾ ഒരു -1 പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ബാക്കി അവിടെ എന്ത് വരും? -1 വരും. മനസ്സിലായോ? ഇപ്പോ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ആളാണ് നമ്മുടെ ഒരു ഉത്തരം, 2s - 1, ഒരു ഫാക്ടർ. ഈ ബ്രാക്കറ്റിന് പുറത്തെടുക്കുന്നവർ 2s ഉം -1, അത് രണ്ടും കൂടി ചേർത്ത് എഴുതിയാൽ അടുത്ത ഉത്തരമായി. കണ്ടോ? മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആദ്യം എസ് സ്ക്വയറിന്റെ ഇപ്പുറമുള്ള ഈ 4ഉം ഈ 1ഉം കൂടി ഗുണിച്ചു. അപ്പം നമുക്ക് 4 കിട്ടി. ഈ എസിന്റെ ഇപ്പുറമുള്ള -4 എഴുതി. അപ്പം -4 കിട്ടി. ഇനി രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ -4 കിട്ടണം, ഗുണിച്ചാൽ 4 × 1 4 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് സംഖ്യകളുടെ രൂപത്തിൽ ഈ നടുവിലുള്ള പദത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. -2s ഉം -2s. അതിനുശേഷം നമ്മൾ ആദ്യം കിടക്കുന്ന രണ്ട് പദം എടുത്തു. അതിൽ നിന്ന് പൊതുവായിട്ടുള്ള 2s പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് ബ്രാക്കറ്റിനകത്ത് എഴുതി. അതുപോലെ അവസാനം കിടക്കുന്ന രണ്ട് സംഖ്യ എടുത്തു. അതിൽ നിന്നും പൊതുവായിട്ടുള്ളത് -1 ആണ്. അത് പുറത്തേക്ക് എടുത്തു. 1 എന്ന് പറഞ്ഞാൽ -1 × -1 ആണ്. അപ്പോൾ അതിൽ നിന്നും -1 പുറത്തേക്ക് വന്നാൽ ബാക്കി -1. എന്നിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന രണ്ടുപേരിൽ നിന്നും ഒരാളെ എടുത്തു. ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന രണ്ടുപേരെ ചേർത്തെടുത്തു. കണ്ടോ? അങ്ങനെ നമുക്ക് രണ്ട് ഫാക്ടർ കിട്ടി. അതായത് ഇത് രണ്ടും ഗുണിച്ചാൽ ഇത് കിട്ടും. ഓക്കെ? അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരുന്നു? ആൻസർ നമുക്ക് കിട്ടിയത് 2s - 1 × 2s - 1 = 0. അപ്പോൾ ഇതും എന്തായിരിക്കും? 0. ഇവ രണ്ടുപേരും ഗുണിക്കുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഇതിൽ ഒരാൾ ആരായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരാൾ 0 എന്ന് പറഞ്ഞെടുക്കാം. 2s - 1 = 0. അപ്പോൾ 2s = -1 അപ്പുറം ചെന്നാൽ +1 ആവും. s = 1/2. കണ്ടോ? ഇതേ ആൻസർ ഇത് ചെയ്താലും കിട്ടും. അപ്പോൾ എസിന് രണ്ട് വില വരും. എന്താണ്? 1/2, 1/2. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെയാണ് സീറോസ്? Therefore, the zeros of 4s square minus 4s plus 1 are 1/2, 1/2. മനസ്സിലായോ? ഇനി നമുക്ക് സം ഓഫ് സീറോസ് കാണാം. 1/2 plus 1/2 എത്ര കിട്ടും? 1/2 plus 1/2 = 1. 1 എന്ന് കിട്ടും. ഇനി അത് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യണം എങ്ങനെയാണ്? വെരിഫൈ ചെയ്യണത് -s-ന്റെ കോയിഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ s സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ്. കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ s-ന്റെ കോയിഫിഷ്യന്റ് ഇവിടെ -4. -4 കണ്ടോ? ഡിവൈഡഡ് ബൈ s സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 4.
ദാറ്റ് ഈസ് വെട്ടിപ്പോവും 1 കിട്ടും ഉണ്ടോ. -4 ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ 4 4/4 1. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ എ. ഇതാണ് നമ്മുടെ ഫോർമുല. ഇത് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ശരിയാണ്, നമ്മളുടെ ഉത്തരം ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോഡക്റ്റ് ഓഫ് സീറോസ് നോക്കാം. സീറോസ് തമ്മിലുള്ള ഗുണനഫലം ഹാഫ് ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പോൾ 1/4 കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് കാണാനുള്ള ഫോർമുല ഇങ്ങനെയാണ്, C/A, അതായത് കോൺസ്റ്റന്റ് 1 ഡിവൈഡഡ് ബൈ S² കോയിഫിഷ്യന്റ് 4. ശരിയാണ്, ഇത് തന്നെയാണ് നമുക്ക് ഗുണിച്ചപ്പോഴും കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും ഷോർട്ടായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ് ഉണ്ട്, അത് B² - 4AC എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. അവിടെ x is equal to - b plus or minus root of b² - 4ac whole divided by 2a. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് b² - 4ac കാണാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, ഇത് 4s² - 4s plus 1. ഇവിടെ ഈ കിടക്കുന്ന ആളാണ് a. അപ്പോൾ a സമം എന്താണ്? 4. ഇവിടുത്തെ എസിന്റെ തൊട്ടിപ്പുറം കിടക്കുന്ന ആളാണ് b. അപ്പോൾ എന്താണ്? b സമം -4, c സമം 1. ആദ്യം നിങ്ങൾ ഇത് കാണുക, b² - 4ac. അപ്പോൾ b² - 4ac അത് കണ്ട് അതിന്റെ റൂട്ട് കാണണം എന്ന് പറയുമ്പോൾ b എത്രയാണ്? -4. -4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a എത്രയാണ്? 4 ഇൻറ്റു c എത്രയാണ്? 1. അതിൻ്റെ റൂട്ട് സീക്വൽ ടു 16 മൈനസ് 16 അതിൻ്റെ റൂട്ട് സീക്വൽ ടു റൂട്ട് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. ഇനി നമുക്ക് ഈ ഫോർമുല കൊടുക്കുക, x is equal to -b മൈനസ് ഓഫ് b എത്രയാണ്? -4. ഓക്കെ, പ്ലസ് ഓർ മൈനസ് 0 divided by 2 into what is a സമം 4. that is equal to x is equal to minus of -4 4 by 2 into 4 8. that is 1/2. കണ്ടോ? അപ്പോൾ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എക്സിന്റെ വില കണ്ടെത്താം. ഇവിടെ എക്സിന്റെ സ്ഥലത്ത് ആരാണ്? എസ് ആണ്. ആ കാര്യം മറക്കരുത്. ഓക്കെ, താങ്ക് യു.